ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് കേരള ഭൂമിശാസ്ത്രമാണ്. PSC എക്സാമുകളിൽ കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് 2021 മുതൽ 2025 വരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തുടക്കക്കാരായ ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും മുഴുവൻ മാർക്കും ലഭിക്കാവുന്ന തരത്തിലാണ് ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ടിന് നമ്മുടെ ടെലഗ്രാമിൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? ബേസ് ലെവൽ ചോദ്യമാണ്. ഒത്തിരി തവണ LGS, LDC മുതലായ എക്സാമുകളിലൊക്കെ സ്ഥിരം ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 4/2021 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി കേരളത്തിൻ്റെ വിസ്തീർണം ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം 38,852 ആണ്. പക്ഷേ PSC നിലവിൽ ആൻസർ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. നമുക്ക് ബാക്കി വസ്തുതകളിലേക്ക് നോക്കാം. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 13 ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13 ആണ്. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിച്ചാൽ 1.18% ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ ഭാഗം. എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിച്ചാൽ 1.18 ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 560 കിലോമീറ്റർ ആണ്. അപ്പോൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? 560 കിലോമീറ്റർ ആണ്. എപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ചോദ്യമാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് 560 കിലോമീറ്ററും എന്നാൽ കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 580 കിലോമീറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് 560 ആണോ തെക്ക് വടക്ക് ദൂരം, അതേപോലെ തന്നെ കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നതാണോ 560 അല്ലെങ്കിൽ 580 ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓർത്തു വയ്ക്കുക, കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം 560ഉം കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം, കടൽ തീരമാണ് അതിൽ കൂടുതലെന്ന് ഓർത്താൽ മതി. അപ്പോൾ 580 കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. അതായത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ തെറ്റിക്കരുത്, ശ്രദ്ധിക്കുക. 38,863 ചതുരശ്ര കിലോമീറ്റർ നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. 2, വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് 21 ആണെന്നുള്ളതും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചാൽ അത് 13 ആണെന്നുള്ളതും ഓർക്കുക. അതേപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18%. ഇനി കേരളത്തിൻ്റെ തെക്ക് വടക്ക് മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ദൂരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 560 കിലോമീറ്ററും അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഫാക്റ്റ് കൂടി പറഞ്ഞു. അതായത് കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം എത്രയാണെന്നുള്ളത് അത് 580 കിലോമീറ്റർ ആണെന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഇതേ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ എത്രയാ? 1.18% ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം എന്ന് പറയുന്ന 1.18%. അടുത്ത പോയിന്റ് നോക്കിയേ, ചോദ്യം ഇതാണ്: കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 560 കിലോമീറ്റർ. ഇതും എപ്പോഴും PSC എന്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 560 കിലോമീറ്റർ ആണെന്നുള്ളത് മക്കളെ ഓർത്ത് വയ്ക്കുക. 560. അടുത്ത് നോക്കിയേ, കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു എത്രയാ? 580 കിലോമീറ്റർ. 580 കിലോമീറ്റർ. അപ്പോൾ തെക്ക് വടക്ക് 560ഉം അതേപോലെ തന്നെ എന്താണ് കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് 580 കിലോമീറ്റർ എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഇത് 10th ലെവൽ പ്രിലിം സ്റ്റേജ് 4/2022 ചോദിച്ചതാണ്. ചിലപ്പോൾ 590 എന്നും ഉത്തരമായി പരിഗണിക്കാറുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് പ്രകാരം. പക്ഷേ
PSC നിലവിൽ 580 തന്നെയാണ് ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, 590 എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി തന്നെ ഓരോന്നും പഠിച്ച് തന്നെയാണ് പോകുന്നത്. ഇനി ബാക്കിയുള്ള വസ്തുതകളിലേക്ക് നമുക്ക് നോക്കാം. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ാം സ്ഥാനമാണ്. അപ്പോൾ തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് 5ആണ്. സമുദ്രനിരപ്പിൽ നിന്നും എത്ര മീറ്റർ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശമായിട്ട് കണക്കാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, തീരപ്രദേശം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ വിസ്തൃതിയുടെ 10% എന്തെന്ന് പറയുന്നത്, തീരപ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ്, 10% മാത്രമാണ് തീരപ്രദേശമുള്ളൂ. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്, 9. അപ്പോൾ കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ബാക്കിയുള്ള ജില്ലകൾ ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന 5 ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്, വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഇത് ഒരിക്കൽ ചോദിച്ചേക്കണതാണ് PSC. അപ്പോൾ ഓർത്തു വെച്ചോ, സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കോട്ടയമാണ്. ഓക്കെ, കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്, മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കണ്ണൂരുള്ള മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്, മുഴുപ്പിലങ്ങാടി ബീച്ച് തന്നെയാണ് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച്. ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചാണ് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽ തീരമാണ് കൊളാവിപ്പാലം എന്ന് പറയുന്നത്. അപ്പോൾ കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽ തീരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊളാവിപ്പാലമാണ്. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽ തീരമാണ് ഏതെന്ന് പറയുന്നത്, കൊളാവിപ്പാലം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം നമ്മൾ പറഞ്ഞു 580 കിലോമീറ്റർ ആണ് കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചിട്ടുണ്ട് PSC 5ആണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ ഉയരമുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ ഉയരമുള്ള ഭാഗമൊക്കെ എന്താണ്, തീരപ്രദേശമാണ്. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശം. ഓക്കെ, അപ്പോൾ കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 9ആണ്. കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന 5 ജില്ലകളാണ് മക്കളെ വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. സമുദ്രാതിർത്തി ഇല്ലാത്തതും എന്നാൽ കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ ജില്ല അതേതാണെന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് മുഴുപ്പിലങ്ങാട് ബീച്ച്, കണ്ണൂരാണ്. കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചാണ് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽ തീരം, ഇത് ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്, അത് കൊളാവിപ്പാലമാണ്. ഓക്കെ, അപ്പോൾ കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽ തീരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതിൻ്റെ ഉത്തരം കൊളാവിപ്പാലമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൻ്റെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം, അതിർത്തികൾ. താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ശരിയായ അതിരുകൾ ഏതാണ്?
ശരിയായ അതിരുകളാണ് കേരളത്തിൻ്റെ ഏത് നാലാമത്തെയാണ്, അതായത് കർണാടക, തമിഴ്നാട്, അറബിക്കടൽ. ഇതാണ് കേരളത്തിൻ്റെ ശരിയായിട്ടുള്ള അതിരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കർണാടക, അതേപോലെ തന്നെ തമിഴ്നാട്, അറബിക്കടൽ. ഓക്കെ. കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ, വടക്ക് ഭാഗത്ത് കേരളത്തിൻ്റെ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? വടക്ക് കർണാടകയാണ്, അതേപോലെ തന്നെ തെക്കാണ് ഈ പറയുന്ന തമിഴ്നാട്. ഓക്കെ. ഇനി കേരളത്തിലെ അതിർത്തികൾ, വടക്ക് നോക്കിക്കഴിഞ്ഞാൽ, വടക്ക് കേരളത്തിൻ്റെ ഭൂപടം ഒന്നും ഇപ്പോൾ കാണിക്കാനുള്ള നിർവാഹമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മനസ്സിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക, കേരളത്തിൻ്റെ ആ ഭൂപടം മനസ്സിലൊന്ന് സങ്കല്പിക്കുക, എന്നിട്ട് നോക്കുക കേരളത്തിലെ അതിർത്തികൾ. വടക്ക് ഏറ്റവും മുകളിലായിട്ട് ഏതാണ്? കർണാടകയാണ്. ഓക്കെ, കർണാടക. ഓക്കെ. ഇനി തെക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തെക്ക് നമ്മുടെ തമിഴ്നാടാണ്. ഇനി കിഴക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിഴക്ക് എവിടെയാണ്? ഈ ഭാഗമാണ്. കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. ഇനി എവിടെ? തമിഴ്നാട് സഹ്യാദ്രി. അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗം. ഓക്കെ, പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ പടിഞ്ഞാറ്, അതായത് നമ്മുടെ ഇവിടെയാണ് ഗുജറാത്ത് വരുന്നത്. അപ്പോൾ ഗുജറാത്ത് നമുക്കറിയാം പടിഞ്ഞാറ് ഭാഗത്താണ്. കിഴക്കാണെങ്കിൽ അരുണാചൽ പ്രദേശാണ്. അപ്പോൾ എന്താണിത്? ഈ ഭാഗം ഇവിടെയാണ് ഏതെന്ന് പറയുന്നത്? പടിഞ്ഞാറ് ഭാഗം. ഇവിടെ എന്താണ്? അറബിക്കടൽ, മാഹിയാണ്. ഓക്കെ. അപ്പോൾ കേരളത്തിലെ അതിർത്തികളാണ് പറഞ്ഞത്. വടക്ക് ഏറ്റവും മുകളിലായിട്ട് ഏതാണ്? കർണാടക. മുകളിൽ കർണാടക, താഴെയാണ് ഏതെന്ന് പറയുന്നത്? തെക്ക് തമിഴ്നാട്. അപ്പോൾ മുകളിൽ വടക്ക്, വടക്ക്, വടക്ക് ഇവിടെ ആരാണ്? വടക്ക് കർണാടക, കർണാടക, വടക്ക്, വടക്ക് മുകളിൽ. ഓക്കെ, അതായത് നമ്മുടെ നോർത്ത്. ഇനി സൗത്ത്, അതായത് തെക്ക്. തെക്ക് എന്ന് പറയുമ്പോൾ സൗത്ത് എന്താണ്? തമിഴ്നാടാണ്. ഓക്കെ. അടുത്തത് ഈസ്റ്റ്, കിഴക്ക്. കിഴക്ക് ഏതാണ്? തമിഴ്നാട്, പശ്ചിമ ഘട്ടം എന്നിവയാണ് ഈ പറയുന്ന കിഴക്ക്. പടിഞ്ഞാറ് ഭാഗം എവിടെയാണെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറ് ഭാഗം ഇവിടെ ഏതാണ്? അറബിക്കടലാണ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് കറക്റ്റായിട്ട് കേരളത്തിൻ്റെ ഭൂപടം വെച്ച് തന്നെ നമുക്കത് പഠിച്ചു പോകാം. ഓക്കെ. ഇനി ഭൂപ്രകൃതി. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായിട്ട് തരംതിരിക്കാം? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കാം? 3 ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മക്കളെ എത്രയായിട്ട് തരംതിരിക്കാം? 3 ആയി തരംതിരിക്കാം. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ നമുക്കറിയാം മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇത് 3ഉമാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അതിൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ഓരോന്നും എത്ര പെർസെൻറ്റേജ് വെച്ചാന്നുള്ളത് നമ്മൾ ഇനി പഠിക്കും. അപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് കേരളത്തെ എത്രയായിട്ട് തരംതിരിക്കാം? 3 ആയി തരംതിരിക്കാം. അവ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് മക്കളെ? മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ നമുക്ക് 3 ആയി തരംതിരിക്കാം. ആ 3 ഭൂപ്രകൃതികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇനി സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മലനാട് എന്ന് പറയുന്നത്. അപ്പോൾ സമുദ്രം, ആ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു മക്കളെ? മലനാട് എന്ന് പറയുന്നു. അപ്പോൾ 75 മീറ്റർ ഉയരമുള്ള സമുദ്രനിരപ്പിൽ നിന്നും കാണുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മലനാട്. കേരള ഭൂവിസ്തൃതിയുടെ 48% എന്ത് തന്നെയാണ്? മലനാടാണ്. കേരളത്തിൽ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലനാടാണ്. തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, കറുവ കൃഷി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എവിടെയാ? യെസ്, മലനാട്ടിലാണ്. അപ്പോൾ മലനാട്ടിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു 4 പോയിന്റ്സ് ആണ്. മക്കളെ ശ്രദ്ധിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശം ഒന്നാമത്തെ നമ്മുടെ പോയിന്റ്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശം. 2, കേരള ഭൂവിസ്തൃതിയുടെ 48%. അടുത്തത് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് മലനാട്. ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, കറുവ എന്നിവയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 4 പോയിന്റ് സെറ്റ്. അടുത്തത് ഇടനാടാണ്. ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ ഇടനാട് എന്ന് പറയുന്നത്. അതായത് കേരള ഭൂവിസ്തൃതിയുടെ 42% ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? നമ്മുടെ ഇടനാടാണ്. ഓക്കെ. അപ്പോൾ കേരള ഭൂവിസ്തൃതിയുടെ 42% സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇടനാടെന്ന് വിളിക്കാം. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഏതിൻ്റെ ഇടയിലാ?
മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് ഇടനാട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി ചെയ്യുന്നത് നെല്ല്, ചേന, ചേമ്പ്, കാപ്പി, റബ്ബർ, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക എന്നിവ കൃഷി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 4 പോയിന്റാണ് ഇവിടെയും നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ്, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഇടനാട്. കേരള ഭൂവിസ്തൃതിയുടെ 42% ഇടനാടാണ്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന കൃഷികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നെല്ല്, ചേന, ചേമ്പ്, കാപ്പി, റബ്ബർ, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക എന്നിവ കൃഷി ചെയ്യുന്നു. ഓക്കെ, അടുത്തത് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശം തീരപ്രദേശം. കേരള ഭൂവിസ്തൃതിയുടെ 10% മാത്രമാണ് തീരപ്രദേശം. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. തെങ്ങ്, നെല്ല് എന്നിവയാണ് തീരപ്രദേശത്ത് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് പഠിക്കാനുള്ളത് 4 പോയിന്റ്സ് ആണ് തീരപ്രദേശം എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിൽ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തീരപ്രദേശം എന്ന് പറയുന്നത്. കേരള ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശം. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് തീരപ്രദേശമാണ്. തെങ്ങ്, നെല്ല് എന്നിവയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി കൃഷി ചെയ്യുന്നത്. ഓക്കെ, മറ്റുള്ളവ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മലനാട് എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഹൈലാൻഡ് അല്ലെങ്കിൽ മലനാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂവിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും മലനാട് തന്നെയാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂവിഭാഗം ചോദിച്ചാൽ മക്കളെ അത് മലനാടാണ്. ഇനി കേരളത്തിലെ ഭൂപ്രദേശം, വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ഭൂപ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മലനാടാണ്. ഓക്കെ, അപ്പോൾ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിൻ്റെ ഭൂപ്രദേശം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് നമ്മുടെ മലനാടാണ്. വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മലനാട്ടിലാണ്. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മലനാട് പ്രദേശം ഉൾപ്പെടാത്ത കേരളത്തിലെ ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? ആലപ്പുഴയാണ്. ഓക്കെ, കേരളത്തിലെ നദികളുടെ ഉത്ഭവ പ്രദേശം എല്ലാം തന്നെ മലനാട്ടിൽ നിന്നാണ്. അപ്പോൾ കേരളത്തിലെ നദികളുടെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെ നിന്നാ? മലനാട്ടിൽ നിന്നാണ്. മലനാടിൻ്റെ ശരാശരി ഉയരം 900 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. 4 പോയിന്റ്സ്. വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ഭൂപ്രദേശം മലനാട്. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ലയാണ് ആലപ്പുഴ. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല ആലപ്പുഴ. കേരളത്തിലെ നദികളുടെ ഉത്ഭവ പ്രദേശം മലനാട്ടിൽ നിന്നാണ്. മലനാടിൻ്റെ ശരാശരി ഉയരം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 900 മീറ്റർ ആണെന്നുള്ളത് ഓർക്കുക. എപ്പോഴും PSC എക്സാമുകളിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആനമുടി എന്ന് പറയുന്ന കൊടുമുടിയുടെ പ്രത്യേകതകൾ. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാം ആനമുടിയെക്കുറിച്ച്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. എത്രയാണ് എന്ന് ചോദിച്ചാൽ 2695 മീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണെന്ന് ചോദിച്ചാൽ 2695 മീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരമാണ് 2695 മീറ്റർ. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ആനമുടി. അപ്പോൾ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആനമുടി തന്നെ. ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടി, കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി, ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് ആനമുടി. ആനമുടിയുടെ ഉയരം ആദ്യമായി രേഖപ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആണ്. ഓർത്തു വയ്ക്കുക, കാരണം നിരവധി ചോദ്യങ്ങൾ ആനമുടിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉയരമൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം, 2695 മീറ്റർ ആണ്. അതേപോലെ തന്നെ എന്താണ് നിലവിൽ ഈ പറയുന്ന കൊടുമുടി കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം.
ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി എന്നും അറിയാം. ഇത് നല്ലൊരു പോയിന്റാണ്. ആനമുടിയുടെ ഉയരമാദ്യമായി രേഖപ്പെടുത്തിയത് ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആണെന്നുള്ളത് ഓർക്കുക. എന്നാണ് എന്ന് ചോദിച്ചാൽ 1862 ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആനമുടി എവിടെയാ? ഇടുക്കിയിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാറിലെ ദേവികുളം താലൂക്കിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ ദേവികുളം താലൂക്ക്. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ആനമല. അപ്പോൾ ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമല. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല. ഓക്കെ, അപ്പോൾ ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് പളനിമലയാണെന്നുള്ളത് ഓർക്കുക. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏലമലയാണ്. ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആനമുടിയിലാണ്. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് നീലഗിരിയാണ്. പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി പറയാം. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനിമല. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏലമല. ശ്രദ്ധിക്കുക, ഏലമല. ഇനി ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനമുടിയിലാണ്. ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് നീലഗിരി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം ചുരങ്ങളെക്കുറിച്ച്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അതിൻ്റെ ഉത്തരം പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 16 എണ്ണമാണ് പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ചുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. അപ്പോൾ പാലക്കാട് ചുരമാണ് ഏറ്റവും വലിയ ചുരം. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിൻ്റെ വീതി ശ്രദ്ധിക്കുക, 30-40 കിലോമീറ്റർ ആണ്. പാലക്കാട് ചുരത്തിൻ്റെ വീതി 30-40 കിലോമീറ്റർ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഇമ്പോർട്ടൻ്റ് ആണ്, ഭാരതപ്പുഴയാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഭാരതപ്പുഴയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. ഓക്കെ, അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ബേസ് ലെവൽ ചോദ്യമാണ്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 16. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ചോദിച്ചാൽ അത് പാലക്കാട് ചുരം. പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലാണ്. അതേപോലെ തന്നെ പാലക്കാട് ചുരത്തിൻ്റെ വീതി ചോദിച്ചു കഴിഞ്ഞാൽ 30-40 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായിട്ടുള്ള പ്രദേശമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഇതേതാണെന്ന് ചോദിച്ചാൽ ആലട്ടി ചുരമാണ്. ആലട്ടി ചുരമാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം. ഏതാണെന്ന് ചോദിച്ചാൽ അത് ആലട്ടി ചുരമാണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ആലട്ടി ചുരം. ആലട്ടി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കാസർഗോഡ്. നമുക്കറിയാം കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ്. അപ്പോൾ ആലട്ടി ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും? കാസർഗോഡ് ജില്ലയിലാണ്. ഉത്തര കേരളത്തെയും കർണാടകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് കൂട്ടുപുഴ മാക്കൂടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുപുഴ മാക്കൂടമാണ് ഉത്തര കേരളത്തെയും കർണാടകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ചോദിച്ചാൽ കൂട്ടുപുഴ മാക്കൂടം ചുരമാണ്. കൂട്ടുപുഴ മാക്കൂടം ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാസർഗോഡാണെന്ന് തെറ്റിദ്ധരിക്കും. അപ്പോൾ കാസർഗോഡല്ല, കൂട്ടുപുഴ മാക്കൂടം ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂരാണ്. കൂട്ടുപുഴ മാക്കൂടം ചുരം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ
അരുവാമൊഴി ചുരമാണ്. അരുവാമൊഴി ചുരമാണ് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത്. അപ്പോൾ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കേരളത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് അത് നമ്മുടെ ആലട്ടി ചുരമാണ്. ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ആരുവാമൊഴി ചുരമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യമാണ്, ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണെന്ന് ചോദിച്ചാൽ NH 744 ഓക്കെ. അപ്പോൾ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണെന്ന് ചോദിച്ചാൽ NH 744. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 544. അപ്പോൾ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചു കഴിഞ്ഞാൽ NH 544 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH 544. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 766. അപ്പോൾ വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 766. ആര്യങ്കാവ് ചുരത്തിലൂടെ അതായത് ചെങ്കോട്ട ചുരം കടന്നു പോകുന്ന ദേശീയപാതയാണ് 744 NH 744. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 85. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 85. ഇനി ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതയാണ് NH 44. പഴയ പേരത് NH 7 എന്നുള്ളതാണ്. ഇപ്പോൾ അറിയപ്പെടുന്നത് NH 44 എന്ന പേരിലാണ്. ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണ് NH 7 അല്ലെങ്കിൽ NH 44. NH 44 കടന്നു പോകുന്ന ഏറ്റവും കൂടുതൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. അപ്പോൾ NH 44 കടന്നു പോകുന്ന ഏറ്റവും കൂടുതൽ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. അതായത് നമ്മൾ പറഞ്ഞു, അതായത് ചുരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമാണ് ആലട്ടി ചുരം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം മക്കളെ ആലട്ടി ചുരം. ആലട്ടി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ്. ആലട്ടി ചുരം കാസർഗോഡ്. ഉത്തര കേരളത്തെയും കർണാടകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് കൂട്ടുപുഴ മാക്കൂടം. ഇനി കൂട്ടുപുഴ മാക്കൂടം ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ആരുവാമൊഴി ചുരം. ആര്യങ്കാവ് ചുരത്തിലൂടെ പോകുന്ന ദേശീയ പാത ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? NH 744. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് NH 544. പാലക്കാട് NH 544. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ NH 766 NH 766. ആര്യങ്കാവ് ചുരത്തിലൂടെ അതായത് ചെങ്കോട്ട ചുരം കടന്നു പോകുന്ന ദേശീയപാത NH 744. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 85. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതയാണ് NH 44. NH 44 കടന്നു പോകുന്ന ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിലെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അത് പേരമ്പാടി ചുരം. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതാണ് എന്ന് ചോദിച്ചാൽ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പേരമ്പാടി ചുരമാണ്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം. വയനാട് ചുരം, താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ വയനാട് ചുരം അതർവൈസ് നോൺ ആസ് താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ. വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരമാണ്. വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകളാണ് കോഴിക്കോട്, വയനാട്. ഓക്കെ. അപ്പോൾ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് കോഴിക്കോട്, വയനാട്. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി മൂപ്പൻ ആരാന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് കരിന്തണ്ടൻ. ഓക്കെ. അപ്പോൾ താമരശ്ശേരി, ഇത് PSC ചോദിച്ച ചോദ്യമാണ്. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി മൂപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ അതാണ് കരിന്തണ്ടൻ. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം. ഇതും ചോദിച്ചേക്കണ ചോദ്യമാണ്. PYQ ആണ്. PYQ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. നാടുകാണി ചുരം മലപ്പുറം. കേരളത്തിലെ മറ്റു പ്രധാന ചുരങ്ങളാണ് കമ്പമേട്, ഉടുമ്പൻചോല, തേവാരം എന്നിവയൊക്കെ. ഓക്കെ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ളത് പേരമ്പാടി. വയനാട് ചുരമാണ് താമരശ്ശേരി ചുരം. ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. വയനാടിൻ്റെ പ്രവേശന കവാടം താമരശ്ശേരി ചുരമാണ്. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല കോഴിക്കോട്, വയനാടാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ. നാടുകാണി ചുരം എന്നറിയപ്പെടുന്നത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. കേരളത്തിലെ മറ്റു പ്രധാന ചുരങ്ങൾ കമ്പമേട്, ഉടുമ്പൻചോല, തേവാരം. ഇനി നമുക്ക് ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും ഒന്ന് നോക്കാം. ഉറപ്പായും 1 മാർക്ക് മക്കളെ, 1 മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്നും കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പഠിച്ചു വച്ചോ. പുതിയതായിട്ടാണ് നിങ്ങളിത് കേൾക്കുന്ന ഉദ്യോഗാർത്ഥി, നിങ്ങൾ എഴുതി വച്ചു പഠിച്ചോ, ഒരിക്കലും ഒരു നഷ്ടം വരത്തില്ല. 1 മാർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ നിന്ന് കിട്ടുന്നതായിരിക്കും. കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് എല്ലാ എക്സാമുകളിലും കേരളത്തിലെ ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും തമ്മിൽ ഉറപ്പായും ഒരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ പഠിച്ചു വച്ചോ. ആദ്യത്തെ പാലക്കാട് കോയമ്പത്തൂർ തമിഴ്നാട്. ഓക്കെ, അപ്പോൾ പാലക്കാട് ചുരം പാലക്കാട് കോയമ്പത്തൂർ തമിഴ്നാട്. താമരശ്ശേരി കോഴിക്കോട് മൈസൂർ. ഓക്കെ, അപ്പോൾ താമരശ്ശേരി ചുരം കോഴിക്കോട് മൈസൂർ. ആര്യങ്കാവ് ചുരം പുനലൂർ ചെങ്കോട്ടയാണ്. ആര്യങ്കാവ് പുനലൂർ ചെങ്കോട്ട. പെരിയപുരം മാനന്തവാടി മൈസൂരാണ്. പെരിയപുരം ചുരം മാനന്തവാടി മൈസൂർ. പേരമ്പാടി ചുരം കണ്ണൂർ കൂർഗാണ്. കണ്ണൂർ കൂർഗ് തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് പേരമ്പാടി ചുരം. അതേപോലെ തന്നെ ചാൽ ചുരം, അത് പാൽ ചുരം, അത് വയനാട് കണ്ണൂരാണ് ചാൽ ചുരം. ഇനി ബോഡി നായ്ക്കന്നൂർ ഇടുക്കി മധുരൈ ആണ് ബോഡി നായ്ക്കന്നൂർ. ആരുവാമൊഴി, അത് തിരുവനന്തപുരം തിരുനെൽവേലിയാണ്. ആരുവാമൊഴി ചുരം ബന്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആരംബോളി എന്നും പറയാറുണ്ട്. ആരുവാമൊഴി, അതർവൈസ് നോൺ എസ് ആരംബോളി ചുരം, തിരുവനന്തപുരം തിരുനെൽവേലി. നാടുകാണി ചുരം നിലമ്പൂർ ഗൂഡല്ലൂരാണ്. നിലമ്പൂർ ഗൂഡല്ലൂർ നാടുകാണി ചുരം. കമ്പം ചുരം തൊടുപുഴ തേനിയാണ് കമ്പം ചുരം. ഇനി കർക്കൂർ ചുരമാണ് കേരളം നീലഗിരി ജില്ല. കേരളവും നീലഗിരി ജില്ലയുമായി ബന്ധിപ്പിക്കുന്നതാണ് കർക്കൂർ ചുരം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി പറയാം. ഓക്കെ, പാലക്കാട് ചുരം പാലക്കാട് കോയമ്പത്തൂർ. ശ്രദ്ധിക്കുക, പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയാണ്. ഓക്കെ, അടുത്തത് താമരശ്ശേരി ചുരം കോഴിക്കോട് മൈസൂരിനെയാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ താമരശ്ശേരി ചുരം കോഴിക്കോട് മൈസൂർ. ആര്യങ്കാവ് ചുരം പുനലൂർ ചെങ്കോട്ടയാണ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. പുനലൂർ ചെങ്കോട്ട, ആര്യങ്കാവ് ചുരം. അടുത്തത് പെരിയ ചുരം, അത് എവിടെയാണ്? പെരിയപുരം ചുരം മാനന്തവാടി മൈസൂരാണ് പെരിയപുരം ചുരം. ഓക്കെ, അപ്പോൾ പെരിയ ചുരം, അപ്പോൾ പെരിയ ചുരം എന്നാണ്. പെരിയ ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത്? മാനന്തവാടി, അതേപോലെ തന്നെ മൈസൂർ. പേരമ്പാടി കണ്ണൂർ കൂർഗാണ്. പേരമ്പാടി ചുരം കണ്ണൂർ കൂർഗ്. അടുത്തത് പാൽച്ചുരം, പാൽച്ചുരം എന്നാണ്. പാൽച്ചുരം വയനാട് കണ്ണൂരാണ്. ഓക്കെ, അപ്പോൾ ചാലിന് അധികം അത് മാറിക്കോ. പാൽച്ചുരമാണ് വയനാട് കണ്ണൂര്. ബോഡി നായ്ക്കന്നൂർ ഇടുക്കി മധുരൈ. ഇടുക്കി മധുരയാണ് ബോഡി നായ്ക്കന്നൂർ. ആരുവാമൊഴി നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ഏറ്റവും തെക്കേറ്റത്തുള്ളതാണ്. അത് തിരുവനന്തപുരം തിരുനെൽവേലിയാണ്. ആരുവാമൊഴി തിരുവനന്തപുരം തിരുനെൽവേലി, അല്ലെങ്കിൽ അതിനെ ആരംബോളി ചുരം എന്നും പറയുന്നു. നാടുകാണി നിലമ്പൂർ ഗൂഡല്ലൂരാണ്. കമ്പം ചുരം തൊടുപുഴ തേനിയാണ്. കമ്പം ചുരം തൊടുപുഴ തേനി കമ്പം ചുരം. ഓക്കെ, കമ്പം ചുരമാണ് തൊടുപുഴ, അതേപോലെ തന്നെ തേനിയാണ് കമ്പം ചുരം. കർക്കൂർ ചുരമാണ് കേരളം നീലഗിരി ജില്ലയാണ് കർക്കൂർ ചുരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മക്കളെ വയനാടാണ്. ഓക്കെ, അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാട് പീഠഭൂമി. പ്രധാന പീഠഭൂമികളാണ് വയനാട് പീഠഭൂമി, നെല്ലിയാമ്പതി പീഠഭൂമി, മൂന്നാർ പീരുമേട് പീഠഭൂമി, പെരിയാർ പീഠഭൂമി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട കേരളത്തിലെ പീഠഭൂമികളാണ് ഈ പറഞ്ഞത്: വയനാട് പീഠഭൂമി, നെല്ലിയാമ്പതി പീഠഭൂമി, മൂന്നാർ പീരുമേട് പീഠഭൂമി, പെരിയാർ പീഠഭൂമി എന്നിവ. ഓക്കെ, അപ്പോൾ ഇത്രയൊന്നും ഓർക്കുക. അടുത്തതാണ് നമുക്ക് ഇടനാടിനെ കുറിച്ച് പഠിക്കാം. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതിൻ്റെ ഉത്തരം ഇടനാടാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള ഭൂപ്രകൃതി വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള
കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് മലനാടിനും തീരപ്രദേശത്തിനും മധ്യയാണ്. അപ്പോൾ മലനാടും ഉണ്ട്, തീരപ്രദേശവും ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഏത് വരുന്നത്? ഇടനാട് വരുന്നത്. ഓക്കെ, ഇനി കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 42% ഏതെന്ന് പറയുന്നത്? ഇടനാട് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? 42%. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും. ഓക്കെ, അപ്പോൾ ചെറിയ കുന്നുകളുണ്ട് ഇവിടെ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ചെറിയ താഴ്വരകൾ കാണപ്പെടുന്നു, നദീതടങ്ങൾ. ഇവയെല്ലാം എന്തിൻ്റെ സവിശേഷതയാണ്? ഇടനാടിൻ്റെ സവിശേഷതയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഏതിൻ്റെ? ഇടനാടിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ഓക്കെ, ഇടനാടിൻ്റെ കിഴക്കേ അതിര് മലനാടും പടിഞ്ഞാറേ അതിര് തീരപ്രദേശവുമാണ്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അതിൻ്റെ ഉത്തരം ലാറ്ററൈറ്റ് സോയിലാണ്. അപ്പോൾ ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ലാറ്ററൈറ്റ് സോയിലാണ്. അപ്പോൾ ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ലാറ്ററൈറ്റ് സോയിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശവും ഏത് തന്നെയാണ്? ഇടനാടാണ്. ഓക്കെ, ഇനി ഇടനാട്ടിലെ വിള വൈവിധ്യത്തിൻ്റെ പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം. ഇടനാട്ടിലെ വിളവൈവിധ്യത്തിൻ്റെ പ്രധാന കാരണങ്ങളാണ് ധാരാളമായി മഴ ലഭിക്കുന്നത് ഇതിവിടുത്തെ ഒരു പ്രധാന സവിശേഷതകളിൽ ഒന്നാണ്. പ്രധാനമായിട്ടും ധാരാളമായി മഴ ലഭിക്കുന്നു. കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണ്, നദീതടങ്ങളിലെ എക്കൽ മണ്ണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ 65%-ലധികവും കാണപ്പെടുന്ന മണ്ണ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണ് 65% കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? ഈ പറയുന്ന നമ്മുടെ ഇടനാട്ടിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായി കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്ന്, അതായത് ചെങ്കൽ കുന്നുകളാണ്. ബീച്ചുകളാൽ സമൃദ്ധമായും കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചതും അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ്. മലപ്പുറത്തുള്ള കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം എന്ന് പറയുന്നത് വർക്കല ക്ലിഫാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നത് ഏത് തരം മണ്ണാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാറ്ററൈറ്റ് സോയിലാണ്. അതേപോലെ തന്നെ ലാറ്ററൈറ്റ് കുന്ന്, ചെങ്കൽ കുന്നുകൾ എന്നിവയാണ് ഏറ്റവും കൂടുതൽ ഇടനാടുകളിൽ കാണപ്പെടുന്നത്. ബീച്ചുകളാൽ സമൃദ്ധമായതും കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചതും അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ്. ഈ അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അങ്ങാടിപ്പുറം, അത് മലപ്പുറത്താണെന്നുള്ളത് ഓർക്കുക. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം എന്ന് പറയുന്നത് വർക്കല ക്ലിഫാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വർക്കല ക്ലിഫ്. തീരപ്രദേശം. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശം എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂർ. ഓക്കെ, കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? കണ്ണൂർ തന്നെയാണ്. കണ്ടൽക്കാടും അതേപോലെ തന്നെ എന്താണ് കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? കണ്ണൂർ തന്നെയാണ്. ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല, ഏറ്റവും കൂടുതൽ തീരപ്രദേശം കുറവുള്ള, ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ലയാണ് കൊല്ലം. ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലയാണ്. ആലപ്പുഴ. കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ. കണ്ണൂർ, കണ്ടൽക്കാടും അതേപോലെ തന്നെ കടൽ തീരവും. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലമാണ് വിഴിഞ്ഞം. കായൽ ടൂറിസത്തിന് പേര് കേട്ട കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴയാണ്. കായൽ ടൂറിസത്തിന് പേര് കേട്ട കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴയാണ്. ഇനി ബാക്കിയുള്ള വസ്തുതകൾ നോക്കാം. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശം. തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിൻ്റെ മധ്യഭാഗത്താണ്. കേരളത്തിൻ്റെ തീരപ്രദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തോറിയമാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് തോറിയമാണ്. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഈ പറയുന്ന തീരപ്രദേശം എന്ന് ചോദിച്ചാൽ അത് 10% ഓർക്കുക. കേരളത്തിലെ ജില്ലകളെക്കുറിച്ചുള്ള വസ്തുതകളിൽ
തീരപ്രദേശമില്ലാത്ത ജില്ലകളാണ് ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്. ഓക്കെ, അപ്പോൾ തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതൊക്കെയാണ്? ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയാണ് മലപ്പുറം. ഏറ്റവും കുറവ് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വയനാടാണ്. സപ്തഭാഷ സംഗമഭൂമി, ബേസ് ലെവൽ ചോദ്യമാണ് കേട്ടോ ഇത്. സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയാണ് സപ്തഭാഷ സംഗമഭൂമി എന്ന് അറിയപ്പെടുന്നത്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒട്ടും മടിക്കേണ്ട, എറണാകുളം ജില്ലയാണ്. 68.1% ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ള എറണാകുളം ജില്ല. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറവുള്ള എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വയനാടാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറമാണ്. ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? വയനാടാണ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസർഗോഡാണ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്നത് കാസർഗോഡ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ തലശ്ശേരിയാണ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ ഭരണശ്ശേരിയാണെന്നുള്ളത് ഓർക്കുക. പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഭാഷകളും. ബാരി ഭാഷ ഉപയോഗിക്കുന്ന ജില്ല PSC ചോദിച്ചിട്ടുണ്ട്. ബാരി ഭാഷ സംസാരിക്കുന്ന ജില്ല താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ബാരി, അത് കാസർഗോഡാണ് ബാരി ഭാഷ. തുളു ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയാണ്. തുളു ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസർഗോഡ് ജില്ലയാണ്. ഓക്കെ, അപ്പോൾ ഏത് ഭാഗത്താണ് ബാരി ഭാഷ? കാസർഗോഡാണ്. ഏത് ഭാഗത്താണ് തുളു ഭാഷ? അതും ഏത് തന്നെയാണ്? നമ്മുടെ കാസർഗോഡ്. അതുകൊണ്ട് തന്നെയാണ് സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ലയായിട്ട് ഏതിനെ കണക്കാക്കുന്നത്? കാസർഗോഡ്. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ കുറച്ച് നേരം മുമ്പ് പറഞ്ഞതാണ് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ. ഇത് ഓർത്തിരിക്കാനുള്ള ഒരു സിമ്പിൾ കോഡാണ്, പഠിച്ചു വച്ചോ. 1 മാർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അത് കിട്ടുന്നതാണ്. ബേസ് ലെവൽ ചോദ്യമാണ്. EPP വാങ്ങാൻ കൊള്ളാം. ഓക്കെ, EPP വാങ്ങാൻ കൊള്ളാം എന്നുള്ള ഈ ഒരു കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കടൽ തീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. EPP വാങ്ങാൻ കൊള്ളാം. ഓർക്കുക, ശ്രദ്ധിക്കുക. EPP വാങ്ങാൻ കൊള്ളാം. ഇതാണ് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ. E ഫോർ ഇടുക്കി. E ഫോർ ഇടുക്കിയാണ് വരുന്നത്. EPPയുടെ E എന്താണ്? ഇടുക്കിയാണ് E. അടുത്ത PP-യുടെ P എന്ന് പറയുമ്പോൾ പത്തനംതിട്ടയാണ്. ഓക്കെ, പത്തനംതിട്ട. അടുത്ത് വീണ്ടും ഒരു P വന്നിട്ടുണ്ട്, അതാണ് എന്തെന്ന് പറയുന്നത്? പാലക്കാട്. ഓക്കെ, അപ്പോൾ EPP. അപ്പോൾ പത്തനംതിട്ട, പാലക്കാട്. വാങ്ങാൻ കൊള്ളാം, അപ്പോൾ എന്താണ്? വാ ഫോർ വയനാട്. അതേപോലെ തന്നെ കോ ഫോർ കോട്ടയം. ഓക്കെ, അപ്പോൾ കോ ഫോർ കോട്ടയം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളൂ. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഓർത്തിരിക്കാനുള്ള സിമ്പിൾ കോഡാണ് EPP വാങ്ങാൻ കൊള്ളാം. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, കോട്ടയം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഇത് ഉപകാരപ്രദമായ ക്ലാസ്സാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. അവർ ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ക്ലാസ്സുകൾ കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. എന്താണ് നിങ്ങളുടെ പോരായ്മ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി അതിന് നിങ്ങൾ നന്നായി പഠിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കേരളത്തിലെ ജില്ലകളുടെ സവിശേഷതകൾ എപ്പോഴും PSC ചോദിക്കാറുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ജില്ലകൾ എന്നാണ് ഫോം ചെയ്തത്, അതേപോലെ തന്നെ എന്താണ് ജില്ലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് നിലവിലെ സർവകലാശാലകൾ ഏതൊക്കെയാണ്, അവരുടെ ആസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അവിടുത്തെ പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞത്, അതേപോലെ തന്നെ എന്താണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാരകങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ എന്താണ് ഏറ്റവും കൂടിയ പട്ടികവർഗം, പട്ടിക ജാതി, അതേപോലെ തന്നെ എന്താണ് ക്രിസ്ത്യാനികൾ കൂടുതൽ, ഹിന്ദുക്കൾ കൂടുതൽ, മുസ്ലിങ്ങൾ കൂടുതൽ, അതേപോലെ തന്നെ കേരളത്തിലെ ആകെ എത്ര കായലുകൾ, അതേപോലെ തന്നെ എത്ര നദികൾ, അതേപോലെ തന്നെ ഇത് എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്,
അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ക്ലാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും അടുത്ത ദിവസം നമുക്ക് ആ ഒരു ക്ലാസ് കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ടെലഗ്രാമിൽ ഈ നോട്ട് നിങ്ങളെല്ലാവരും 1-2 പ്രാവശ്യം വായിക്കുക. എടുത്ത് PDF നോട്ടാണ്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉണ്ട്, അതേപോലെ തന്നെ CPO ഉണ്ട്, അതേപോലെ തന്നെ കമ്പനി ബോർഡ്, LGS, VO, VFA മുതലായ എക്സാമുകൾക്കൊക്കെ ഉപകരിക്കുന്ന തരത്തിലാണ് ഈ ഒരു നോട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നഷ്ടമൊന്നും വരത്തില്ല. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് തന്നെയാണിത്. SCRT, NCRT എല്ലാം ഇതിൽ ഇൻക്ലൂഡഡുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം എന്ത് ചെയ്യുക, പറ്റുമെങ്കിലൊന്ന് എടുത്ത് വച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്ന എക്സാമുകളിൽ ആവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.